നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി, മെയ്ഡ് ഇൻ കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പോയപ്പോഴത്തേന് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞു, എന്തിനാ ടീച്ചറെ ഇങ്ങനെ പിന്നെ കൊട്ടാരക്കരയെന്ന് പറഞ്ഞ് പുനലൂർ എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, പുനലൂരും കൊട്ടാരക്കരയും ഞങ്ങൾ കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നോ പറയാൻ അറിയാത്ത ഒരു ശശീധരൻ നായരുടെ പെങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെ നോ എന്ന് മാത്രം പറയാൻ അറിയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടാണ്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ചിരി എനിക്കിഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സത്യത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ അമൃത ടി വി തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ പുതിയൊരു ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം തുടങ്ങി ലേഡീസിനെ എല്ലാം അവരുടെ BP-യും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കുറച്ച് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് വന്നതിന് ഈ അമൃത ടി വിയിലെ പ്രവർത്തിക്കുന്ന സകലമാന അണിയറ ശില്പികൾക്കും നന്ദിയുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ അമ്മാവനെ കുറിച്ചാണ്. എല്ലാവർക്കും അമ്മാവനുണ്ടല്ലോ. താത്തയ്ക്ക് 2 അമ്മാവന്മാരില്ലയോ? പിന്നെ 2 അല്ല, അത് ഞാൻ അറിഞ്ഞില്ല. രചനയ്ക്കും ഉണ്ടല്ലോ 3. അയ്യോ, മാഷിനും ഉണ്ടല്ലോ 1. ഒന്നേ ഉള്ളു. ഇതെന്റെ അമ്മാവനാണ്, എൻ്റെ മാത്രം അമ്മാവനാണ്, എൻ്റെ സ്വന്തം അമ്മാവനാണ്, മെയ്ഡ് ഇൻ കൊല്ലം. എൻ്റെ അമ്മാവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേൾക്കാനായിട്ടുള്ള എന്തോ ഒരു ലതില്ലയോ, ഒരു ക്യൂരിയോസിറ്റി. എല്ലാവരും അങ്ങ് സൈലൻസ് ആയല്ലോ. ക്യൂരിയോസിറ്റി ഉണ്ടാ, ബാക്കി പറഞ്ഞോ. എന്ന് ഈ അമ്മാവനുണ്ടല്ലോ, വെറും പാവം അമ്മാവൻ. പക്ഷേ ഈ പുല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഇന്നും നാളെയും തീരില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മാവൻ. അമ്മാവന്റെ ലീലാവിലാസങ്ങൾ കാരണം മരുമക്കളും നാട്ടുകാരും ആകപ്പാടെ എവിടെ പോണോന്നറിയാതെ ഇങ്ങനെ തിരിഞ്ഞടക്കുകയാണ്. തേച്ചിട്ടും തേക്കപ്പെട്ടിട്ടും അമ്മാവൻ അനുസൃതം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് മരുമക്കളുടെ ജീവിതം പൊട്ടത്തേങ്ങ പുതിച്ച പോലെ ഇരിക്കുകയാണ്. ഇനി അമ്മാവന്റെ തേക്കലും തേക്കപ്പെടലും എന്ന് പറഞ്ഞാൽ, സുഹാസിനി പോയാൽ അമ്മാവന് വിലാസിനിയുണ്ട്, മറിയ പോയാൽ അമ്മാവനും മായയുണ്ട്, ഗൗരിക്കുട്ടി പോയാൽ പാർക്കുട്ടിയെ കയറി പിടിക്കും, സുധ പോയാൽ സുശീലയും, ലത പോയാൽ ഗീതയും, ഉഷ പോയാൽ ഇന്ദിരയുമായിരുന്നു അമ്മാവന്റെ ലീലാവിലാസങ്ങൾ. ഈ അനുസൃതം മുന്നോട്ട് നീങ്ങുന്ന അമ്മാവനെ കണ്ട് ഈ നാട്ടുകാരും മരുമക്കളും എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇയാളെ ഇനി എന്തോ ചെയ്യണം. അതായത് ഇവരെല്ലാം അങ്ങോട്ട് ഈ മരുമക്കൾ നടക്കുന്ന പാതയിലൊക്കെ നോക്കുമ്പോഴത്തേന് ആരുണ്ട്? ഈ അമ്മാവനുണ്ട്. ഒരു AI ക്യാമറ പോലെ. അമ്മാവന്റെ ഈ AI ക്യാമറ എവിടെങ്കിലും കൊണ്ടുവന്നങ്ങ് സ്ഥാപിക്കാം. പക്ഷെ മരുമക്കൾക്ക് അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് മരുമക്കൾ ഇങ്ങനെ ഇയാളെ ഓർത്ത് ഇതൊരു തലവേദനയാണെന്നല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ്. അമ്മാവന്റെ 2ാമത്തെ മകനുണ്ടല്ലേ, പക്ഷേ അമ്മാവന്റെ തനിക്കുണം തന്നെയാണ്. ഇനി അമ്മാവന്റെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. എല്ലാ മനുഷ്യർക്കും 4 കാലം ഉണ്ടല്ലോ, ഇല്ല? എല്ലാവർക്കും 4 കാലം ഉണ്ടല്ലോ. ബാല്യം, കൗമാരം, യൗവനം ആൻഡ് വാർദ്ധക്യം. ഈ അമ്മാവനും ഉണ്ടായിരുന്നു 4 എണ്ണം. പക്ഷേ ഈ അങ്ങേർക്ക് ഒന്ന് കൂടുതലായിരുന്നു. ഈ അമ്മാവന്റെ ആദ്യത്തെ 4 എണ്ണം പറയാം. അതായത് നമുക്ക് അവസാനം വരുന്ന വാർദ്ധക്യം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇങ്ങേർക്ക് ആദ്യമാണ് തുടങ്ങിയത്. അമ്മാവന്റെ ബാല്യം പിറന്നു വീണത് തന്നെ 40ാമത്തെ വയസ്സിലാണ്. അമ്മാവന്റെ കൗമാരം മൊട്ടിട്ടത് 50ാമത്തെ വയസ്സിലും. അമ്മാവന്റെ യൗവനം തളിരിട്ടത് 60ാമത്തെ വയസ്സിലും. 70ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവന്റെ നിറയൗവനം കവിഞ്ഞൊഴുകി. നിറയൗവനം കവിഞ്ഞൊഴുകുന്ന ഈ അമ്മാവനെ എവിടെ ഒന്ന് തളയ്ക്കണമെന്ന് മരുമക്കളും നാട്ടുകാരും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അങ്ങനെ അവർ അതിൻ്റെ പണിപ്പുരയിലാണ്. അന്നേരം നമുക്ക് അമ്മാവൻ്റെ ആദ്യത്തെ കാലഘട്ടം എന്തോ നോക്കാം. അതായത് എല്ലാവർക്കും വരുന്ന അവസാന ഇതുണ്ടല്ലോ, വാർദ്ധക്യം. അമ്മാവൻ ആദ്യമാണ് തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ജനിക്കുമ്പോൾ നമ്മൾ ചാതനാവുക അല്ലെങ്കിൽ ചാതയാവുക എന്നൊക്കെ പറയാറില്ലയോ? ഈ അമ്മാവൻ വായും കീറി പിളർന്നു വന്നത് വാർദ്ധക്യത്തിലേക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങേര് കയറി വന്നപ്പോഴേ ചൊറി, ചിരങ്ങ്, കരപ്പൻ ഈ 3 എണ്ണമായിട്ടാണ് കയറി വന്നത്. ഇത് 3ഉം
ഒരു ഫാമിലിയിലെ മെമ്പേഴ്സാണ് അല്ലേ, ഫാമിലി മെമ്പേഴ്സാണ്. ഇതിൽ കരപ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഇച്ചിരി അഹങ്കാരിയാണ്. വന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു അടയാളം ഇട്ടിട്ടേ പോത്തോളൂ. ഇങ്ങനെയുള്ള ഈ 3 സൂത്രങ്ങളും കയറി വന്നത് കൂടാതെ മേമ്പടിയായിട്ട് അമ്മാവന് വേറൊരു സൂത്രം കൂടെ കയറി വന്നു. അതാണ് ഏത്? വില്ലൻ ചുമ. വില്ലൻ ചുമയും ഈ ചൊറി ചെരങ്ങ് കരപ്പനെല്ലാം കൂടെ കൂടിയിട്ട് അമ്മാവനെ കണ്ടാൽ ഏത് രൂപത്തിലാണെന്ന് സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും തിരിച്ചറിയാനൊക്കത്തില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ മരുന്ന് കൊടുത്തതിന്റെ ഫലമായിട്ടാണോ എന്തുവാന്ന് അറിയത്തില്ല, ഇങ്ങനെ 39 വയസ്സ് വരെ എന്തിലായിരുന്നു? വാർദ്ധക്യത്തിൽ തന്നെ ആയിരുന്നു. അതാണ്